ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് രണ്ട് മത്സ്യങ്ങൾ എന്ന കഥാഭാഗത്തിൽ നിന്നും എല്ലാ തവണയും ഒരു A+ ചോദ്യമൊക്കെ ആയിട്ട് ടീച്ചർക്ക് മക്കൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ചോദ്യമാണ്. എന്തായാലും നമ്മളെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ എന്താണ് ആ ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ചിലപ്പോൾ 6 മാർക്കിന് ചോദിച്ചേക്കാം, 4 മാർക്കിന് ചോദിച്ചേക്കാം. എന്തായാലും ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആ ചോദ്യം എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങള്. ഓക്കെ, യാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് നെടുംചൂരി മത്സ്യങ്ങൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ അഭിമുഖീകരിച്ചത് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്കറിയാം, രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥ ആരുടെ കഥയാണ്? അംബികാസുധൻ മാങ്ങാട് എഴുതിയിട്ടുള്ള കഥയാണ്. രണ്ട് മത്സ്യങ്ങളുടെ രണ്ട് നെടുംചൂരി മത്സ്യങ്ങളുടെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ഇവിടെ പറയുന്നത്, നമ്മളുടെ കഥാഭാഗത്ത് പാഠഭാഗത്ത് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പ്രതിസന്ധികളാണ് ആ മത്സ്യങ്ങൾ നേരിടുന്ന കുറേ അധികം പ്രതിസന്ധികളെയാണ് എന്ത് ചെയ്യുന്നത്, കഥ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ പാഠം മുഴുവനുമാണ് ആ ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ 4 മാർക്കിന് അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും ഒന്ന് നോക്കിയാലോ എന്തൊക്കെ പോയിന്റുകൾ എഴുതേണ്ടി വരും അപ്പൊ ജീവനെ കുളിരണിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലായിരുന്നു അഴകനും പൂവാലിയും രണ്ട് കഥാപാത്രങ്ങളാണ്. അങ്ങനെ അവര് ആ യാത്രയിലുടനീളം അവര് നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഏറ്റവും വലിയ വില്ലനായി ശത്രുവായിട്ട് അവർ കാണുന്നത് ആരെയാണ്? മനുഷ്യനെയാണ് മനുഷ്യരെയാണ് നെടുംചൂരി മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ആദ്യ കാലത്തൊക്കെ ഒരു കാലത്ത് മണ്ണൻ മുതലകളെയും അതേപോലെ നീർനായ്ക്കളെയും മീൻകൊത്തികളെയും ഒക്കെയാണ് അവർ കൂടുതൽ ഭയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ആരെയാണ്? മനുഷ്യനെയാണ് അപ്പൊ ഈ മീന് ഗർഭിണിയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു മനസ്സലിവും ഇല്ലാതെ തക്കം പാർത്തിരിക്കുന്ന മനുഷ്യരെയാണ് എന്ത് ചെയ്യുന്നത് ഈ മത്സ്യങ്ങൾ ഭയക്കുന്നത്. കുത്തോടുകളും വലകളും വെട്ടുകത്തികളുമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യാണ്? തക്കം പാർത്തിരിക്കുകയാണ് അങ്ങനെ നനവുള്ള ഇടങ്ങളിലെല്ലാം നനവുള്ള ഇടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? ഈ മീനുകൾക്ക് വേണ്ടി പരതുന്നതും അവയെ ഏറ്റവും കൂടുതൽ ക്രൂരമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? മനുഷ്യരാണ്. മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാണ്? മനുഷ്യനിങ്ങനെ പരതി നടക്കുകയാണ് അങ്ങനെ ഒരു മനുഷ്യന്റെ ഈർക്കിലില്ലേ, കൈകളിലുള്ള ഈർക്കിലിൽ ഒരുപാട് നെടുംചൂരി മത്സ്യങ്ങൾ ഇങ്ങനെ ജീവനറ്റ് കിടക്കുന്ന കാഴ്ചക്കാര് കണ്ടിരുന്നു. അഴകനും പൂവാലിയും കണ്ടിരുന്നു ഇങ്ങനെ മനുഷ്യരുടെ അലർച്ചയ്ക്കിടയിൽ ഭീകരമായിട്ടുള്ള ആ ഒരു പേടിപ്പെടുത്തലുകൾക്കിടയിൽ അവരിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കഥയിൽ കാണുന്നത് ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടെന്ന് പറയുന്നു ഇങ്ങനെ രണ്ട് മീനുകൾ എന്ത് ചെയ്യാണ്? രണ്ട് മീനുകൾക്ക് മാത്രം കിടക്കാനുള്ള ഒരു പാറയിടുക്കിലേക്ക് അവർ കയറി നിന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്? അവര് രക്ഷപ്പെടുകയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അതൊക്കെ തരണം ചെയ്ത് മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നെടുംചൂരി മത്സ്യങ്ങള് എവിടേക്ക് പോകുന്നത്? ശുലാപ്പ് കാവിലേക്ക് പോകുന്നത് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? മാരത്തോൺ ലൈവിലൊക്കെ വരിക കേട്ടോ. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് മക്കൾ എന്തായാലും എന്ത് ചെയ്യണം? ലൈവില് പങ്കെടുക്കണം. അപ്പൊ ബാക്കിയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഗ്രാമർ ഭാഗവും ഒക്കെ നമുക്ക് പഠിക്കേണ്ടത് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് എവിടുന്ന് സെറ്റ് ആക്കണം? നമ്മുടെ ലൈവുകളിൽ നമുക്ക് സെറ്റ് ആക്കി എടുക്കണം. ഓക്കെ.